നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് +2 കുട്ടികൾക്കായിട്ട് വരാൻ പോകുന്ന 2023 മാർച്ച് നമുക്ക് വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിലെയും പ്രീവിയസ് ക്വസ്റ്റ് പേപ്പർ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻകൂട്ടി എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ട രീതി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഐഡിയ നമുക്ക് അവിടെ കിട്ടും. കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് അവിടെ നിലവിലുണ്ടാവില്ല. അപ്പോൾ ഓരോന്നും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് എത്ര മാർക്കിനാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ അത് മുഖേന നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞ് ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഇവിടെ പറയുന്നത് ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ. അപ്പോൾ ഈ ഒരു ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് നമ്മളിവിടെ തൊഴിൽ, പലിശ, പണം എന്നുള്ള ഈ ജനറൽ അല്ലെ സിദ്ധാന്തം എഴുതിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്ക് ഇവിടെ താഴെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആഡം സ്മിത്ത്, ബി ആൽഫ്രഡ് മാർഷൽ, സി ജെയൻ കെയ്ൻസ്, ഡി എന്നുള്ളത് ഡേവിഡ് റിക്കാർഡോ എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻ ക്വസ്റ്റ് പേപ്പറിൽ ഉണ്ടാവും. നമുക്ക് അതിൽ ഏത് ടിക്ക് ചെയ്താൽ മതി? നമ്മുടെ സി എന്നുള്ള ജോൺ മേനാർഡ് കെയ്ൻസ് ആണ് നമ്മുടെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് റിട്ടൺ ബൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ആൻസർ കൊടുക്കുന്നുണ്ട്. ഇനി ഡേറ്റ് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഡേറ്റ് എന്നുള്ളത് 1936 ആണ്. ഇതിന്റെ ഡേറ്റ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ 1936 ആണ് ഈ ബുക്കിന്റെ പബ്ലിഷിംഗ് ഡേറ്റ് നമുക്ക് അവിടെ പറയുന്നത്. എഴുതിയിട്ടുള്ള വ്യക്തി ജെയൻ കെയ്ൻസ് ആണ്. ഇനി അതേമാതിരി രണ്ടാമത്തെ ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ഓൾ മേജർ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ. നമുക്കറിയാം നമ്മുടെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, അതായത് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള സെൻട്രലി കേന്ദ്ര സംബന്ധമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എല്ലാ തീരുമാനവും എടുക്കുന്നത് എന്ന് പറയാൻ നമുക്കറിയാം അവിടുത്തെ ഗവൺമെന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി തന്നിട്ടുണ്ട്, ബി ഗവൺമെന്റ് തന്നിട്ടുണ്ട്, സി എന്നുള്ളത് നമുക്ക് അവിടെ പ്രൈവറ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നമുക്കവിടെ സ്വകാര്യ ഉൽപാദകര്, ഡി എന്നുള്ളത് ഇതിൽ ഏതുമല്ല അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എന്നുള്ള ചോയ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ പോൾ എ സാമുൽസൺ യൂസ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് production possibility curve to explain the economic problem of a society. Draw the PPC on the basis of the given schedule. അപ്പോൾ പോൾ എ സാമുൽസൺ ആണ് ഏത് കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? PPC അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ കോൺസെപ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് PPC ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നിർവചിക്കേണ്ട കാര്യമില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ, ഈ ഒരു ഷെഡ്യൂൾ ടേബിളിന് അനുസരിച്ച് നമ്മൾ എന്ത് വരയ്ക്കുക, PPC വരയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഏതാണ് വീറ്റ് എന്നുള്ളതാണ് നമുക്ക് അവിടെ എക്സ് ആക്സിസിലും, മെഷീൻ എന്നുള്ളതിന് അതായത് ഇപ്പോൾ നമുക്ക് ഏതാണ് പോസിബിലിറ്റീസ് പറഞ്ഞിട്ട് ABCDEF എന്നുള്ളത് നമുക്ക് പോസിബിലിറ്റി സാധ്യത തന്നിട്ടുണ്ട്. ഇവിടെ വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് ഇൻ ലാക്ക് ടൺസ് എന്നുള്ള രീതിയിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മെഷീൻ ഇൻ തൗസൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ 0 1 2 3 4 5, ഇവിടുത്തെ 15 14 12 9 5 0 ഇങ്ങനെയാണ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, PPC ആയിട്ട് നമുക്ക് വരയ്ക്കുന്നത്. നമുക്ക് ഇപ്പൊ കാണിച്ചു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതേമാതിരിയായിട്ട് നമുക്ക് ഇവിടെ ഏതാണ് ഇവിടെ 15, ഇവിടെ നമുക്ക് എ എന്നുള്ളതാച്ച നമുക്കറിയാം 15 0. ഇനി അതേമാതിരി ബി എന്നുള്ളത് നമുക്ക് അവിടെ ഏതാണ് 1 14. ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഇവിടെ ആയിട്ട് നമുക്ക് 14, പിന്നെ ഇവിടെ 1 എന്നുള്ളത് വരും. അപ്പൊ അതേമാതിരി നമ്മൾ ഡയഗ്രാം വെച്ചിട്ട് PPC നമുക്ക് അവിടെ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഇതിൽ അവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഇത് വരയ്ക്കുക, ഇതിലത്തെ ഡയഗ്രാം വരയ്ക്കുക. ഇനി നെക്സ്റ്റ് നാലാമത്തെ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആൻഡ് മാർക്കറ്റ് എക്കണോമി. അതായത് വേർതിരിച്ച് എഴുതുക ഇതിനെ കുറിച്ച്. സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമിയും അതേമാതിരി തന്നെ മാർക്കറ്റ് എക്കണോമി. നമ്മളിവിടെ മാർക്കറ്റ് എക്കണോമിയിൽ നമ്മൾ ഏതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ കൂടി നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് എക്കണോമി സെൻട്രലി പ്ലാൻഡ് എക്കണോമി തമ്മിലുള്ള ഡിഫറൻസ് എഴുതുക, വ്യത്യാസം കാര്യങ്ങൾ തിരിച്ചെഴുതുക. അഞ്ചാമത്തെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി അറൈസസ് ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്. അതായത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ പ്രോബ്ലംസ് വരാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എ എന്നുള്ള ഓപ്ഷൻസ് റിലേറ്റീവ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ് എ എന്നുള്ളത്, ബി എന്നുള്ളത് എബണ്ടൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ, സി എന്നുള്ളത് ലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ്, ഡി എന്നുള്ളത് നൺ ഓഫ് ദി അബോവ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറയുന്നത് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ്, അതായത് നമ്മുടെ രാജ്യത്ത് വിഭവങ്ങളുടെ ദൗർലഭ്യമാവാം എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഒരുപാട് ലേബറും ക്യാപിറ്റലും നമ്മുടെ രാജ്യത്ത് എബണ്ടൻസ് പറയാൻ നമുക്കറിയാം, കൂടുതൽ തൊഴിലാളികൾ അതേമാതിരി തന്നെ നമ്മുടെ മിഷൻസും വളരെ കൂടുതലായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹ്യൂമൻ വാണ്ട്സ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ വളരെയധികം പരിമിതിയാണ് എന്നുള്ളതാണ് സി കൊടുത്തിരിക്കുന്നത്. ഡി എന്നുള്ളത് ഇതിൽ മേൽ പറഞ്ഞിട്ടുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയറിയാം സെൻട്രൽ പ്രോബ്ലംസ് നമ്മുടെ രാജ്യത്ത് വരാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം
എന്താണ് സ്കെയർസിറ്റി തന്നെയാണ്. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് എ എന്ന് പറയുന്നത് റിലേറ്റീവ് സ്കെയർസിറ്റി ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ ദൗർലഭ്യമാണ് നമുക്ക് ഏതിനുള്ള കാരണം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി വരാനുള്ള കാരണമായിട്ട് നമുക്ക് അവിടെ പറയുന്നത്. ഇനി ആറാമത്തെ ഡ്രോ ആൻഡ് ഇമാജിനറി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ തന്നെയാണ് നമ്മൾ ഏത് വിളിക്കുന്നത് PPC അഥവാ ഉൽപാദന സാധ്യതാ വക്രം എന്നുള്ളത് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ഇമാജിനറി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആൻഡ് മാർക്ക് എ പോയിന്റ് വിച്ച് represents under utilization of resources. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ടെക്സ്റ്റിൽ നമുക്ക് അവിടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പറഞ്ഞിട്ട് നമുക്കൊരു ടോപ്പിക് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചെറിയൊരു ഡയഗ്രാം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ അതേമാതിരത്തെ ഡയഗ്രാം നമ്മൾ വരയ്ക്കേണ്ട രീതിയാണ് നമുക്ക് ഈ ആറാമത്തെ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ ഇതേമാതിരി നമുക്ക് ആ ഒരു ഡയഗ്രാം നമുക്ക് അവിടെ ഇതേമാതിരി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ റൈസിനും അതേമാതിരി താഴെ വീറ്റ് എന്നും ഇനി നമുക്ക് PPC ഒന്നിങ്ങനെയായിട്ട് ടെക്സ്റ്റിൽ നമുക്ക് അവിടെ ഒന്ന് പി ഡാഷ് എന്ന് പറഞ്ഞിട്ടും പിന്നെ പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ രണ്ട് PPC നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അവിടെ QR S. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏതാണ് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മീതെ കാണിച്ചാൽ നമുക്ക് അവിടെ ടെക്സ്റ്റിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇനി ഇവിടെ ഈ ഉള്ളിലത്തെ പുറത്തെ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. ഉള്ളിലത്തെ ക്യൂവിന് ഇവിടെ ആയിട്ട് നമുക്ക് അവിടെ ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നമ്മളടുത്ത് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് താഴത്തെ എഴുതുക. ഈ ഒരു ഭാഗം വളരെ കുറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ നമുക്ക് ഏതാ നമ്മളോട് പറഞ്ഞിരുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു ഡയഗ്രാം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്ന ഡയഗ്രാം എന്ന് പറഞ്ഞുള്ള രീതിയിലല്ല നമുക്ക് ഏത് വേണമെങ്കിലും. അപ്പൊ ഈ ഒരു നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ എണിച്ചാൽ ചിലപ്പോൾ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആയിരിക്കാം അടുത്ത എക്സാമിന്, അല്ലെങ്കിൽ ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കാം. അപ്പൊ ഇതേമാതിരി ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എന്താണ് മാറ്റം കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഡയഗ്രാം ഇങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു ഭാവന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു രൂപം നമുക്ക് തീർച്ചയായിട്ടും പഠിക്കുമ്പോൾ വേണം. അപ്പൊ അതാണ് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ഏഴാമത്തേക്ക് പോകാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഏഴാമത്തെ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് എക്കണോമി ഓർ എക്കണോമിക് സിസ്റ്റം ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് റിഗാർഡിംഗ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആർ സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് തിരിച്ചറിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് തിരിച്ചറിയുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ എക്കണോമിക് പ്രോബ്ലംസ് നമുക്ക് പ്രൈസ് മെക്കാനിസത്തിലൂടെ പരിഹരിക്കുന്ന എക്കണോമി ഏതാ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അപ്പൊ പ്രൈസ് മെക്കാനിസം പറയാൻ നമുക്ക് ഇവിടെ മലയാളത്തിൽ വില സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉൾപ്പെടുന്ന രീതിയിലൂടെ നമ്മളവിടെ എന്താണ് എക്കണോമിക് പ്രോബ്ലം നമ്മളവിടെ പരിഹരിക്കുന്ന രീതി നമുക്ക് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എ എന്നുള്ളത് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, ബി എന്നുള്ളത് മാർക്കറ്റ് എക്കണോമി, സി എന്നുള്ളത് മിക്സഡ് എക്കണോമി, ഡി എന്നുള്ളത് നൺ ഓഫ് ദി അബവ്. അപ്പൊ ഈ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്കറിയാം ബി എന്നുള്ളത് മാർക്കറ്റ് എക്കണോമിയാണ്. ഇനി എട്ടാമത്തെ ക്ലാസിഫൈ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻടു മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മൈക്രോ മാക്രോ ആയിട്ട് നമ്മൾ അവിടെ തരം തിരിച്ച് എഴുതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് അവിടെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് മൈക്രോ മാക്രോ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പൊ ഒന്നാമത്തെ RBI അനൗൺസസ് എ ന്യൂ മോണിറ്ററി പോളിസി. RBI പറഞ്ഞ ഏതാണ് പുതിയൊരു തരത്തിലുള്ള നമുക്ക് മോണിറ്ററി പോളിസി പറയാൻ നമുക്കറിയാം പണസംബന്ധമായിട്ടുള്ള നയം കൊണ്ടുവരിക, പുതിയ തരത്തിലുള്ള പണസംബന്ധമായിട്ടുള്ള പരിപാടിയോ പ്രോഗ്രാംസും കാര്യങ്ങളും കൊണ്ടുവരികയാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ രാമു പർച്ചേസ്ഡ് ബനാന ഫ്രം ദി മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ പോയിട്ട് രാമു ഒരു പഴം മേടിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. സി എന്നുള്ളത് GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻഡ്, അതായത് നമുക്കറിയാം GDPയുടെ വളർച്ചാ നിരക്ക് വളരെയധികം കുറഞ്ഞു. ഡി എന്നുള്ളത് അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ബൈ എ മോണോപോളി ഫേം. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ് നമുക്ക് ഒരു മോണോപോളി ഫേമിന്, മോണോപോളി എന്ന് പറയാൻ തന്നെ അറിയാം നമുക്ക് സിംഗിൾ സെല്ലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ അവിടെ മോണോപോളിയുടെ സ്ഥാപകൻ എന്നൊക്കെ നമുക്ക് അവിടെ പറയുന്നത്. ആ ഒരു വ്യക്തിക്ക് നമുക്ക് ഏകദേശം എന്താണ് അബ്നോർമൽ പ്രോഫിറ്റ് ലഭിച്ചു അല്ലെങ്കിൽ ലാഭം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ഈ നാലെണ്ണത്തിന് നമ്മൾ ഏതാണ് മൈക്രോ മാക്രോ കാറ്റഗറി ആയിട്ട് നമുക്ക് അവിടെ എഴുതുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി അറിയാം RBI അനൗൺസ് എന്നൊക്കെ പറഞ്ഞാൽ RBI പറയാൻ നമുക്കറിയാം മൊത്തത്തിൽ വരുന്നതാണ്, എല്ലാവർക്കും RBIനെ ബേസ് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാരാണ് റിസർവ് ബാങ്ക്. അപ്പൊ അത് എന്ന് പറയാൻ നമുക്ക് ഇവിടെ അറിയാം മാക്രോയിൽ നമുക്ക് വരും. അപ്പൊ ഒരു മാക്രോ ആയി. ഇനി രണ്ടാമത്തെ രാമു പർച്ചേസ്ഡ് ബനാന ഫ്രം ദി മാർക്കറ്റ്. രാമു പർച്ചേസ് ബനാന പറയാൻ നമുക്കറിയാം മൊത്തത്തിൽ പെടുന്നല്ല, സിംഗിൾ ടേം ആണ്, അതുകൊണ്ട് തന്നെ അത് മൈക്രോയ്ക്ക് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻ. GDP ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻ പറഞ്ഞാൽ നമുക്ക് ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ മൊത്തം എന്നുള്ളത് നമുക്ക് നോക്കി അറിയാം ഇവിടെ ഇത് മാക്രോയിൽ വരും. ലാസ്റ്റ് വൺ അബ്നോർമൽ പ്രോഫിറ്റ് ഏൺ ബൈ എ മോണോപോളി ഫേം. ഒരു മോണോപോളി അല്ലെങ്കിൽ സിംഗിൾ സെല്ലറുടെ കാര്യമാണ് നമുക്കവിടെ പറയുന്നത്. സിംഗിൾ പ്രൊഡ്യൂസറുടെ കാര്യം, വിൽപ്പന ചെയ്യുന്ന വ്യക്തിയുടെ കാര്യമാണ്. അപ്പൊ സിംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ മൈക്രോയിൽ വരും. അപ്പോൾ ഇതിൽ റിസർവ് ബാങ്കിന്റെയും അതേമാതിരി GDP ഗ്രോത്ത് റേറ്റ് ആണ് മാക്രോ വരുന്നത്, ബാക്കി രണ്ടെണ്ണം നമുക്ക് അവിടെ മൈക്രോ വരുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് എട്ടാമത്തെ കഴിഞ്ഞു. ഇനി ഒമ്പതാമത്തെ നോക്കാം. ഇനി
ഒമ്പതാമത്തെ നോക്കാം. നമുക്കിവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ABCDE എന്ന് തന്നിട്ട് ഫുഡ് താഴെ നമുക്ക് അവിടെ 0, 10, 20, 30, 40, ക്ലോത്ത് 50, 45, 35, 20, 0 ഇത്ര നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ട് താഴെയാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് അവിടെ സംഭവം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബൈ യൂസിംഗ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് PPS ആണ് നമുക്ക് അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. എന്നിട്ട് ഡ്രോ എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോം ഹിയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് തന്നിട്ട് നമുക്ക് PPC വരയ്ക്കാനാണ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, PPC വരയ്ക്കുക. ഇതേമാതിരി നമുക്ക് അവിടെ PPC നമുക്ക് ഇതേമാതിരി വരയ്ക്കുക. അതേമാതിരി നമുക്ക് അവിടെ PPC നമുക്ക് ഇത് നോക്കിയിട്ട് താഴെ ഫുഡും അതേമാതിരി തന്നെ ഇവിടെ ക്ലോത്തും വെച്ചിട്ട് നമ്മളവിടെ PPC ഇതേമാതിരി വരച്ചിട്ട് പിന്നെന്താ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് മാർക്ക് ദി ഫോളോയിങ് പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഒന്നാമത്തെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ വിഭവങ്ങളുടെ വിനിയോഗം. പിന്നെ നമുക്ക് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്, അതായത് വിനിയോഗം വളരെയധികം കുറവായിട്ടുള്ള രീതി. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ പറയുന്നത്, നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത്, അതായത് നമുക്ക് ഇതിന്റെ മീതത്തെയാണ് നമുക്ക് ഇവിടെ ഇത് വരുന്നത് നമ്മുടെ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വരുന്നത്. താഴെയാണ് നമുക്ക് അവിടുത്തെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വരുന്നത്. അപ്പോൾ അതിനടന്ന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, മീതയും താഴെയായിട്ട് നമ്മളവിടെ AB എന്നുള്ള രീതിയിൽ നമ്മളവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് പത്താമത്തേക്ക് പോവാം. ഇനി നെക്സ്റ്റ് നമുക്ക് പത്താമത്തെ നോക്കാം. ഇവിടെ which among the following is not a characteristics of a capitalist economy. അതായത് നമ്മൾ പറയാറുണ്ട് വിപണി സമ്പദ് വ്യവസ്ഥ, കമ്പോള സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇവിടെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ഉൾപ്പെടാത്തതാണ്, നമുക്ക് അതിൽ ഉൾപ്പെടാത്ത സവിശേഷത ഏതാ എന്നുള്ളതാണ് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നുള്ളത് നമുക്ക് അവിടെ വേജസ് ആൻഡ് പ്രൈസസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെന്റ്. അതായത് നമ്മൾ പറഞ്ഞു വേതനവും വിലയും ഇവിടെ നിശ്ചയിക്കുന്നത് ഗവൺമെന്റ് ആണ്. രണ്ടാമത്തെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ കൈയടക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലയാണ്. പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഫോർ എക്സ്ചേഞ്ച് ഇല്ലേ, അതായത് ഉൽപാദനം എന്നുള്ളത് വിനിമയം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ലേബർ സർവീസസ് അറ്റ് എ പ്രൈസ് ഇസ് കോൾഡ് വേജ് റേറ്റ്. അതായത് നമുക്ക് എന്താണ് വേതന നിരക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ലേബറേഴ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയും അതേമാതിരി കൊടുക്കുകയും ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ നമുക്കറിയാം ഈ 3 എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് ക്യാപിറ്റലിസ്റ്റ് രീതിയാണ് നമുക്ക് ഇതിൽ 3 പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് അവിടെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി നമുക്ക് അവിടെ സവിശേഷത പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ആയിട്ടുള്ള വേജസും പ്രൈസസും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് എന്നാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ സവിശേഷത ഇല്ലാത്തത്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള വേതനവും പ്രൈസസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്കുള്ള സെൻട്രലി പ്ലാൻഡ് എക്കണോമിയാണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഇത് നെക്സ്റ്റ് 11ാമത്തെ മൈക്രോ എക്കണോമിക്സ് ഈസ് അതർവൈസ് നോൺ ആസ് പ്രൈസ് തിയറി. നമുക്കറിയാം മൈക്രോ എക്കണോമിക്സിന് ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് പ്രൈസ് തിയറി എന്നുള്ള രീതി, വില സിദ്ധാന്തം എന്നും കൂടി നമുക്ക് അവിടെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതേമാതിരി ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്, അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് എഴുതും, യെസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ആദ്യം എഴുതും, കാരണം നമ്മൾ ഇതുകൊണ്ട് യോജിക്കുന്നുണ്ട്. ഇനി കാരണം നമുക്കറിയാം ബിക്കോസ് എന്തെഴുതും, ഇറ്റ് റിലേറ്റഡ് ടു, ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഇറ്റ് റിലേറ്റഡ് ടു തിയറി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഫാക്ടർ പ്രൈസിംഗ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് അധികം വിരൽ കാണാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് നോക്കിയറിയാം വില സിദ്ധാന്തം എന്നുള്ള അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നുള്ളത് മൈക്രോ എക്കണോമിക്സിന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പറയാറുണ്ട് തിയറി ഓഫ് പ്രൊഡക്ട്സ് എന്നുള്ളൊരു വാക്കല്ല, പ്രൊഡക്റ്റ് എന്നുള്ളൊരു വാക്കാണ്, സിംഗിൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതി. അപ്പൊ അവര് ഒരു പ്രൊഡക്റ്റിന്റെ സിദ്ധാന്തത്തെ കുറിച്ചും അതേമാതിരി കൊടുക്കുന്ന ഫാക്ടർ പ്രൈസിങ്ങിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമുക്ക് ഏത് സൂചിപ്പിക്കുന്നത്, ഇതിലത്തെ പ്രൈസ് തിയറി അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് നമുക്ക് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ പഠനമോ കാര്യങ്ങളോ ഉൽപാദകരെ കുറിച്ചോ ഉള്ള കാര്യങ്ങളല്ല, ചെറിയ ഇൻഡിവിജ്വൽസ് ചില വസ്തുക്കളുടെ പ്രൈസ്, അപ്പൊ ഇൻഡിവിജ്വൽ പ്രൈസിനെയും വിവിധ പ്രൊഡക്റ്റിനും റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടതാവുകൊണ്ടാണ് നമുക്ക് ഈ മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ പ്രൈസ് തിയറി എന്നുള്ളത് കൂടി നമുക്ക് അവിടെ പറഞ്ഞത്. അപ്പൊ മൊത്തം ഏഗ്രിഗേറ്റ് എന്നുള്ളൊരു വാക്കല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അവിടെ പറയുന്നത് പ്രൊഡക്റ്റ് ആൻഡ് ഫാക്ടർ പ്രൈസിങ്, നമുക്ക് ഉൽപാദനം അതേമാതിരി തന്നെ ഇവർക്ക് കൊടുക്കുന്ന വേതനം, എന്താണ് ഇവർക്ക് കൊടുക്കുന്ന വേതനം എന്നുള്ളത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ എന്തായിട്ട് അറിയപ്പെടുന്നത് ഇവിടെ പ്രൈസ് തിയറി എന്നുള്ള ഒരു രൂപത്തിൽ നമുക്ക് അവിടെ 2 മാർക്കിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരിക, ആ യെസ് എന്നുള്ളതിന് 1 മാർക്കും, പിന്നെ ഇത് ഇതേമാതിരി ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി തിയറി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഫാക്ടർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 2 മാർക്കിനാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിന്റെ ഈ ഒരു ചോദ്യം നമുക്ക് അധികം കാണാറുണ്ട് 2 മാർക്കിന്. അപ്പൊ ഇത് നമുക്ക് അവിടെ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് 11 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 12ാമത്തെ. ഇനി നെക്സ്റ്റ് നമുക്ക് 12ാമത്തെ നോക്കാം. Below is given a production possibility schedule. ഇവിടെ താഴെ റൈസ് പ്രൊഡക്ഷനും അതായത് അരി ഉൽപാദനം കോട്ടൺ ഉൽപാദനം നമുക്ക് അവിടെ ബ്രാക്കറ്റിൽ ടൺസ് എന്നുള്ളത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്നുള്ളത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ എ എന്നുള്ളത്
ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി വരുന്നുണ്ട്. ആദ്യത്തെ എ എന്നുള്ളത് റൈസ് പ്രൊഡക്ഷന്റെ 0, ബി എന്നുള്ളത് 50, സി എന്നുള്ളത് 75, ഡി എന്നുള്ളത് 120, ഇ എന്നുള്ളത് 150, എഫ് എന്നുള്ളത് 180, ജി എന്നുള്ളത് 210. ഇങ്ങനെയാണ് നമുക്ക് മീതത്ത് കൊടുത്തത്. ഇനി താഴെ കോട്ടൺ പ്രൊഡക്ഷന്റെ 350, 300, 250, 170, 100, 50, 0. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ പോസിബിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഡ്രോ ദി PPC. ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രം നമ്മൾ ആദ്യം വരയ്ക്കുക. അതിനുശേഷം പ്രിപ്പയർ ദി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻ എ ടേബിൾ ബേസ്ഡ് ഓൺ ദി PPC. ഈ രണ്ട് ടേബിൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് താഴേക്ക് എഴുതുക. റൈസിനും പ്രൊഡക്ഷൻ ഇവിടെ കോട്ടണിനും നമ്മൾ എഴുതിയതിനു ശേഷം അതിന്റെ ഇപ്പുറത്തെ ഒരു കോളത്തിൽ വേണം നമ്മൾ ഏത് കണ്ടുപിടിക്കാൻ, MOC നമ്മൾ അവിടെ കണ്ടുപിടിക്കാം. നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാം. ഒന്ന് ഇവിടുന്ന് എന്താ നമ്മൾ ഇവിടെ കുറയ്ക്കുക, ഒന്ന് നമ്മൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ കൂട്ടുന്ന കുറയ്ക്കുന്ന രീതിയൊക്കെ നമുക്ക് അവിടെ നോക്കി അറിയാം. ഇതവിടെ നമുക്ക് എയും ബിയും നമുക്കൊന്ന് ചെറിയൊരു ഇത് നോക്കാം. നമുക്ക് ഇവിടെ ആദ്യത്തെ റൈസിന്റെ നമുക്ക് അവിടെ ഫസ്റ്റിലത്തെ ടൈം പോകും, അതുകൊണ്ടാണ് ഇവിടെ റൈസ്, ഇവിടെ കോട്ടൺ, ഇവിടെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഒന്നും കാണില്ല. റൈസ്, കോട്ടൺ, MOC ഇങ്ങനെ വേണം നമ്മൾ ഇവിടെ ആദ്യം വരയ്ക്കാൻ. ഇനി ഇവിടെ 0, 50 രണ്ടെണ്ണം ഇവിടെ ക്ലിയർ ആക്കുക. 0, 50, 350, 300, 350, 300. അപ്പൊ ഇവിടെ നമുക്ക് നോക്കി അറിയാം. ഇവിടെ 50 മൈനസ് 0, ഇവിടെ 350 മൈനസ് 300. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ 50 ഡിവൈഡഡ് ബൈ 50 മൈനസ് 0 പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം 50 വരും. 50 മൈനസ് 0 50. അപ്പൊ 50/50 പറയുമ്പോൾ ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 1 വരും. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ തിരിച്ച് നമ്മൾ ഇത് ക്ലിയർ ആക്കുക. ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം, 300 മൈനസ് 250, അതേമാതിരി 75 മൈനസ് 50, 120 മൈനസ് 75, ഇവിടെ 250 മൈനസ് 120, 150 മൈനസ് 120, ഇവിടെ 170 മൈനസ് 100. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി നമ്മൾ ടേബിൾ വരച്ചിട്ട് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് അവിടെ കണ്ടുപിടിക്കുക. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ഇതിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സി എന്നുള്ളത് ഇതിപ്പോൾ നമുക്കറിയാം ഒരു 4 മാർക്കിനൊക്കെ നമുക്ക് വരുന്നത്, 4-5 മാർക്കിന് വരുന്നത്, കാരണം ടേബിൾ വരയ്ക്കാണ്ട് ഈ ഡയഗ്രാം വരയ്ക്കാണ്ട്. ഇനി ഇവിടെ സി എന്നുള്ളത് ഷേപ്പ് ഓഫ് ദി PPC. നമുക്കറിയാം ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് PPCയുടെ ഇങ്ങനെ ആയിട്ടുള്ള ഷേപ്പാണ് നമുക്ക് വരുന്നത്, ഇങ്ങനെ ആയിട്ടുള്ള ഷേപ്പ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഷേപ്പിന് നമ്മളിവിടെ പറയുന്നത് കോൺകേവ് ഷേപ്പ് എന്നാണ് നമുക്ക് അവിടെ പറയുന്നത്. കോൺവെക്സ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ അറിയാതെ ഇങ്ങനെ ആയിരിക്കും വരിക. നമുക്ക് PPC ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം പറഞ്ഞത് ഏത് വരും, കോൺകേവ് ആണ് നമുക്ക് അവിടെ വരിക. അപ്പൊ ഇതാണ് നമുക്ക് അവിടുത്തെ 12ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് നമുക്ക് 13ാമത്തെ നോക്കാം. സം എക്കണോമിക് വാരിയബിൾസ് ആർ ഗിവൺ ബിലോ. Classify them in a table based on 2 branches of economics suitable titles to the column. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് കുറച്ച് എക്കണോമിക് വാരിയബിൾ താഴെ അതേമാതിരി കൊടുത്തിട്ടുണ്ട്. അതിന് 2 ബ്രാഞ്ചസ്, അതായത് 2 എക്കണോമിക്സിനെ 2 ബ്രാഞ്ച് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന് ടൈറ്റിൽസ് ആയിട്ട് നമുക്ക് കോളത്തിന് 2 ടൈറ്റിൽസ് കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ജനറൽ പ്രൈസ് ലെവൽ, അഗ്രിഗേറ്റ് കൺസപ്ഷൻ, റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്. ഇത്രയാണ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സ്യൂട്ടബിൾ ടൈറ്റിൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം. ഇവിടെ ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ മേക്രോന്റെ കീഴിൽ വരുന്നതാണ് നമുക്ക് ഏത് പറയുന്നത്, നമ്മുടെ ജനറൽ പ്രൈസ് ലെവൽ. അതേമാതിരി അഗ്രിഗേറ്റ് കൺസപ്ഷൻ പറഞ്ഞത്. അപ്പോൾ ഒരു ടൈറ്റിൽ എന്നുള്ളത് നമ്മൾ ഏത് കൊടുക്കുക, മേക്രോ എന്നുള്ളത് ഒരു ടൈറ്റിൽ കൊടുത്തതിന് ശേഷം അതിന് താഴെ ജനറൽ പ്രൈസ് ലെവൽ മൊത്ത വില നിലവാരം, അതേമാതിരി അഗ്രിഗേറ്റ് കൺസപ്ഷൻ മൊത്ത ഉപഭോഗം നമുക്ക് ഏതിൽ കൊടുക്കുക, മേക്രോയിൽ നമുക്ക് അവിടെ കൊടുക്കുക, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊടുക്കുക. ബാക്കി നമുക്ക് വരുന്നത് റെന്റ് ഫോർ എ ഹൗസ് ഇൻ എ സിറ്റി, അത് നമുക്ക് ഏതിൽ പെടുള്ളൂ, നമുക്ക് മൈക്രോയിൽ പെടും. അതേമാതിരി ഡിമാൻഡ് ഫോർ ഫിഷ് ഇൻ എ ലോക്കൽ മാർക്കറ്റ്, അത് 2 മൈക്രോയിൽ പെടും. അപ്പൊ ഇതിന്റെ ടൈറ്റിലായിട്ട് നമുക്ക് മേക്രോ അല്ലെങ്കിൽ മൈക്രോ എന്ന് എഴുതുക. എന്നിട്ട് ഇതേമാതിരി അഗ്രിഗേറ്റ് കൺസപ്ഷനും അതേമാതിരി ജനറൽ പ്രൈസ് ലെവലും നമ്മൾ മേക്രോയിൽ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യും. 2 മാർക്കിനുള്ള ആയി. ഇനി നെക്സ്റ്റ് 14ാമത്തെ കാറ്റഗറൈസ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഇൻ അപ്രോപ്രിയേറ്റ് ഹെഡ്സും. ഇവിടെ അതേമാതിരി നമുക്ക് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കേണ്ട രീതി തന്നെയാണ് നമുക്ക് അവിടെ പറയുന്നത്. ഇതിൽ നമുക്ക് അവിടുത്തെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് മെക്കാനിസം, വെൽഫെയർ മോട്ടീവ്, പ്രോഫിറ്റ് മോട്ടീവ്, പ്രൈവറ്റ് സെക്ടർ, പ്ലാനിംഗ്, പബ്ലിക് സെക്ടർ, കോമ്പറ്റീഷൻ, ഡിസിപ്ലിൻ, കമാൻഡ് എക്കണോമി. ഇത്രയും ഇതായിട്ട് നമുക്ക് എന്താണ് ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ഹെഡ് പറഞ്ഞാൽ നമുക്ക് ടൈറ്റിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക, ഈ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാദ്യം വരണം ഏതാണ് വരുന്നത്. നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ് നമുക്ക് ഏതിന് വരുന്നത്, പ്രൈസ് മെക്കാനിസത്തിന് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ പ്രൈസ് മെക്കാനിസത്തിലൂടെ നമുക്ക് അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നുള്ളത് മനസ്സിലായി. ഇനി വെൽഫെയർ മോട്ടീവിലൂടെ നമുക്ക് മനസ്സിലാക്കി ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ 2 ടൈറ്റിൽ എന്നുള്ളത് ഒന്ന് സോഷ്യലിസ്റ്റ് എക്കണോമിയും അതേമാതിരി തന്നെ ഒന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. അപ്പോൾ അവിടെ നമുക്ക് പ്രൈസ് മെക്കാനിസം എന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ താഴെ വരും. അതേമാതിരി വെൽഫെയർ മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഏതാണ് സോഷ്യലിസ്റ്റ് എക്കണോമി അഥവാ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ കീഴിൽ വരും. പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളതും സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ വരും.
പിന്നെ പ്രൈവറ്റ് സെക്ടർ നമുക്കറിയാം ഏതിൽ തന്നെ വരുള്ളൂ, നമ്മുടെ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണ് നമുക്ക് അവിടെ വരിക. പിന്നെ പ്ലാനിങ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ഏതാണ് സെൻട്രലി പ്ലാൻഡ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ കീഴിൽ, പബ്ലിക് സെക്ടറും സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ കീഴിൽ. കോമ്പറ്റീഷൻ എന്നുള്ളത് നമ്മുടെ ഏതാണ് നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ആയിട്ടുള്ള നമ്മുടെ പ്രൈസ് മെക്കാനിസം ഉൾപ്പെടുന്ന മാർക്കറ്റ് എക്കണോമി അഥവാ ക്യാപിറ്റലിസ്റ്റിന്റെ രീതിയിൽ വരും. ഡിസിപ്ലിൻ അതേമാതിരി കമാൻഡ് എക്കണോമി എന്നുള്ളത് നമുക്ക് ഇതിൽ വരും, സോഷ്യലിസ്റ്റ് എക്കണോമി അഥവാ നമ്മുടെ സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെ കീഴിൽ വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് 13, 14. ഇനി 15ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ ആഡം സ്മിത്ത്, ബി ആൽഫ്രഡ് മാർഷൽ, സി ജെഎം കെയ്ൻസ്, ഡി ജെ.ബി. സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം മാക്രോ എക്കണോമിക്സിന്റെ ഏതാണ് ഫാദർ അല്ലേ, മോഡേൺ അതായത് നമുക്ക് ആധുനിക നമുക്ക് ഏതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ജെ.എം. കെയ്ൻസ് നമുക്ക് അവിടെ പറയുന്നത്. ഇനി ഇതേ സ്ഥാനത്ത് ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് ആണ് നമുക്ക് അവിടെ ചോദ്യം വന്നു വെച്ചാൽ നേരെ നമുക്ക് അവിടെ ആഡം സ്മിത്ത് എന്ന് വേണം നമുക്ക് അവിടെ എഴുതാൻ. അതായത് മൈക്രോ എക്കണോമിക്സിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത്. അതേമാതിരി മാക്രോ എക്കണോമിക്സിനെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സിന് ഒരു ചോദ്യം വന്ന ജെ.എം. കെയ്ൻസും ഫാദർ ഓഫ് മോഡേൺ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആഡം സ്മിത്തും അതേമാതിരി തന്നെ നമുക്ക് ഏതാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയാൻ നമുക്ക് അവിടെ ആഡം സ്മിത്ത് ആണ് ഇതിന്റെ ഉത്തരം. ഇനി 15 കഴിഞ്ഞു. നെക്സ്റ്റ് 16ാമത്തെ ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ടെക്നോളജി ഏത് തരം സാങ്കേതിക വിദ്യയാണ് നമുക്ക് അവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഏത് തരം സാങ്കേതിക വിദ്യയാണ് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള നമ്മുടെ ചിന്ത പോകും. അപ്പൊ അതിലത്തെ ഓപ്ഷനിൽ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഡി എന്നുള്ളത് നമുക്ക് ഇതിലത്തെ മീതത്തെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പൊ ബി എന്നുള്ളത് നമുക്ക് അവിടെ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് അവിടെ പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ആൻ എക്കണോമി ക്യാൻ സോൾവ്ഡ് ത്രൂ ഡിഫറെന്റ് വേസ് ബൈ ഡിഫറെന്റ് എക്കണോമിക് സിസ്റ്റംസ്. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ 3 തരത്തിൽ, അതായത് നമുക്കറിയാം 3 രീതിയിലായിട്ടാണ് നമുക്ക് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ നമുക്ക് അവിടെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം 3 രീതിയിലൂടെ നമ്മൾ പരിഹാര മാർഗം കാണുന്നുണ്ട് എന്നുള്ളത് അറിയാം. ഇവിടെ അതിന് താഴെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് എ ബി എന്നുള്ളത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് എക്കണോമിക് സിസ്റ്റംസ്? ആദ്യത്തെ ഏതാണ് മുഖ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എക്കണോമിക് സിസ്റ്റത്തിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്, ഈ സാമ്പത്തിക സിസ്റ്റം അല്ലെങ്കിൽ സമ്പ്രദായം ഏതാണ്? അപ്പൊ ആദ്യത്തെ എന്ന് പറയാൻ നമുക്കറിയാം ഇമ്പോർട്ടന്റ് എക്കണോമിക് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കണോമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമി. അതാണ് ഒന്ന് എക്കണോമി നമുക്ക് അവിടെ വരുന്നത്. രണ്ടാമത്തെ നമുക്ക് അവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അഥവാ മാർക്കറ്റ് എക്കണോമി. മൂന്നാമത്തെ മിക്സഡ് എക്കണോമി. അപ്പൊ എ എന്നുള്ളതിന്റെ ആൻസർ ഈ 3 ഇമ്പോർട്ടന്റ് എക്കണോമിക് സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 3 ഇതാണ് വരുന്നത്. ഇനി ബി എന്നുള്ളതിൽ ഹൗ ഈച്ച് സിസ്റ്റം സോൾവ്സ് ദി സെൻട്രൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ 3 എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്തെ കേന്ദ്ര പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ അവിടെ പരിഹരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ ആണ് നമുക്ക് രണ്ടാമത്തേൽ എഴുതുന്നത്. ആദ്യത്തേൽ ഈ 3 പേര് മാത്രം എഴുതുക. അപ്പോൾ ഇതാണ് നമുക്ക് 17ാമത്തെ നമുക്ക് അവിടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. 18ാമത്തെ among the 3 statements given which statement is a normative statement? അപ്പൊ ഇവിടെ നമുക്കറിയാം നോർമേറ്റീവും പോസിറ്റീവ് അല്ലേ, പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോസിറ്റീവ് എക്കണോമിക്സ് പറയാൻ നമ്മൾ പറഞ്ഞു നിരീക്ഷിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഏതിൽ പറയുന്നുള്ളൂ, നമ്മുടെ പോസിറ്റീവ് എക്കണോമിക്സിൽ പറയുന്നുള്ളൂ. നോർമേറ്റീവിൽ നമ്മൾ അവിടെ പറഞ്ഞത് ജനങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസും കൂടി നമുക്ക് അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏത് പറയുന്നത്, നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ആദ്യത്തെ നോക്കി നോക്കൂ, പീപ്പിൾ വർക്ക് ഹാർഡ് ഇഫ് വേജസ് ആർ ഹൈ. അതാണ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഷുഡ് ബി ലോവർ, അതായത് തൊഴിലില്ലായ്മ നമുക്ക് അവിടെ കുറയ്ക്കണം. സി എന്നുള്ളത് പ്രിന്റിംഗ് ടു മച്ച് കറൻസി കോസസ് ഇൻഫ്ലേഷൻ, അതായത് നമുക്കറിയാം കറൻസി അല്ലെങ്കിൽ നമുക്ക് പണം ഒരുപാട് അച്ചടിച്ച് ഇറക്കിയെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം വരും എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ 2 തൊഴിലില്ലായ്മ കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇല്ലേ, തൊഴിലില്ലായ്മ കുറയ്ക്കണം. അത് നമുക്ക് ഏതിൽ പെടും, പോസിറ്റീവിൽ പെടും. കാരണം തൊഴിലില്ലായ്മ കുറയ്ക്കണം എന്നുള്ളത് പോസിറ്റീവിലായി. സി എന്നുള്ളത് നമുക്കറിയാം കറൻസി ഒരുപാട് അച്ചടിച്ച ഇൻഫ്ലേഷൻ വരുന്നുള്ളത് അറിയാം. പക്ഷെ ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ഇമോഷൻസ് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്ക് ഇതിലുണ്ട്, പീപ്പിൾ വർക്ക് ഹാർഡ് ഇഫ് വേജസ് ആർ ഹൈ ഇല്ലേ. അതായത് ജനങ്ങൾ എന്താണ് പണിയെടുക്കാൻ തയ്യാറാണ്, അവരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് അവർക്ക് എന്താണ് നല്ല വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർ അധ്വാനിക്കാൻ തയ്യാറാണ്. അതാണ് നമുക്ക് ഇതിലത്തെ ഏതായിട്ട് നമ്മൾ അവിടെ പറയുന്നത് നമ്മുടെ
നോർമാറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് അവിടെ പറയാം. അപ്പൊ അവർക്ക് എന്താണ്, വരുമാനം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്താണ്, അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവിടെ ആ ഒരു ഇമോഷൻസ് ആണ് നമുക്ക് ഇതിനെ ഏതിന് പറയുന്നത്, ഒരു നോർമാറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇവിടെ തോന്നുന്നത് രണ്ടാമത്തെ കൂടി ഇതിൽ പെടുക എന്നുള്ളത് തോന്നും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഷുഡ് ബി ലോവർ എന്ന് പറഞ്ഞത്, തൊഴിലില്ലായ്മ നമുക്ക് കുറയ്ക്കണം എന്നുള്ളൊരു വാക്ക് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. എടുത്ത് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ പറയില്ല. ഇതിൽ എടുത്ത് പറയുന്നുണ്ട് ജനങ്ങള് വർക്ക് ഹാർഡ് എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. എന്തായാൽ വേജസ് വർധനവായാൽ. അപ്പൊ ഈ ഒരു വാക്കാണ് നമുക്ക് ഇതിൽ നോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതി നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 19ാമത്തെ. ഇനി നെക്സ്റ്റ് നമുക്ക് 19ാമത്തെ നോക്കാം. സം സിറ്റുവേഷൻസ് ആർ ഗിവൺ ബിലോ. ചില സാഹചര്യങ്ങൾ നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സാഹചര്യം, ദ ഫ്ലഡ് ഡിസ്ട്രോയ് സം അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി. അപ്പൊ നമുക്കറിയാം ഫ്ലഡ് മുഖേന, വെള്ളപ്പൊക്ക കാര്യങ്ങൾക്ക് മുഖേന നമുക്ക് കാർഷിക മേഖലയിലത്തെ ഉൽപാദന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്താണ് നശിക്കപ്പെടുക. അതാണ് ഒന്നാമത്തെ കാരണം പറയുന്നത്. ബി എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. അല്ലേ, പുതിയ നമ്മൾ ഏതാണ് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് പുതിയ മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരിക. സി എന്നുള്ളത് സബ്സിഡി, ഇൻട്രൊഡക്ഷൻ ഓഫ് സബ്സിഡി ഓൺ ഇലക്ട്രിസിറ്റി ചാർജസ്. ഇല്ലേ, നമ്മൾ വൈദ്യുതി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് സാഹചര്യ രീതി പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഹൗ ഈച്ച് ഓഫ് ദി സിറ്റുവേഷൻസ് എഫക്ട് ദി PPC ഓഫ് ആൻ എക്കണോമി. നമ്മുടെ PPCയിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ എന്ന് പെട്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ലെഫ്റ്റ് വേർഡും അതേമാതിരി തന്നെ റൈറ്റ് വേർഡും ഇടത്തും വലത്തും എങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ആദ്യത്തെ, നമ്മുടെ കാർഷിക മേഖലയിലത്തെ ഉൽപാദനം നമുക്ക് അവിടെ ഫ്ലഡ് ആയിട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിട്ട് നശിച്ചുവെങ്കിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് വേർഡ് ആയിട്ടായിരിക്കും നമ്മുടെ PPCയുടെ മൂവിങ് നമുക്ക് അവിടെ ഉണ്ടാവുക. അതായത് നമുക്കറിയാം ഏതാണ് ഇടത്ത് സൈഡിൽ, അതാണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും നമുക്ക് അവിടെ പറയുന്നത് PPC. രണ്ടാമത്തെ, പുതിയ മെഷീൻസും ഉൽപാദനം മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് പ്രൊഡക്ഷനിലും സബ്സിഡിയുടെ ഇലക്ട്രിസിറ്റിയിൽ ഒരു സബ്സിഡി കാര്യങ്ങൾ കൊടുത്തു വെച്ചാൽ PPC മുഖേന നമുക്ക് എങ്ങനെയായിരിക്കും, റൈറ്റ് വേർഡ് ആയിരിക്കും, അതായത് വലത്തോട്ടായിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എഴുതുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്കറിയാം ലെഫ്റ്റ് വേർഡ് ആയിട്ടും ബാക്കി രണ്ടെണ്ണം റൈറ്റ് വേർഡ് PPC ആയിട്ടാണ് നമുക്ക് അവിടെ ഉത്തരം പറയുന്നത്. അപ്പോൾ ഏതാണ് നമുക്ക് ബിയും സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് പറയുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇല്ലേ, അവസരാത്മക ചെലവ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഓൾസോ എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എക്കണോമിക് കോസ്റ്റ്, ട്രാൻസ്ഫർ ഏർണിംഗ്, ആൾട്ടർനേറ്റീവ് കോസ്റ്റ്, ഓൾ ഓഫ് ദിസ്. ഇതാണ് നമുക്ക് അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് കോസ്റ്റ് ആയിട്ടും ട്രാൻസ്ഫർ ഏർണിംഗ് ആയിട്ടും ആൾട്ടർനേറ്റീവ് കോസ്റ്റ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമ്മൾ ഏതാണ്, ഓൾ ഓഫ് ദീസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അവിടെ ദ ടേം ഇൻവിസിബിൾ ഹാൻഡ് ഈസ് ദി കോൺട്രിബ്യൂഷൻ ഓഫ്, നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ് എക്കണോമിനെ, അതായത് നമ്മുടെ വില സംവിധാനത്തിനെ നമുക്ക് അദൃശ്യ കൈകൾ എന്നവിടെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു പേര് മുദ്ര അല്ലെങ്കിൽ ആ പദം ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി ആരാ എന്നുള്ളതാണ് നമുക്ക് ഇതിലവിടെ പറയുന്നത്. അപ്പൊ എ എന്നുള്ളത് ആൽഫ്രഡ് മാർഷൽ, ബി എന്നുള്ളത് ആഡം സ്മിത്ത്, സി എന്നുള്ളത് ലിയോണൽ റോബിൻസ്, ഡി എന്നുള്ളത് പോൾ എ സാമുവൽസൺ. ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പദം ഉപയോഗിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളത് ബി ആയിട്ട് നമ്മുടെ ആഡം സ്മിത്ത് ആണ് നമുക്ക് അവിടെ പറയുന്നത്. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ്, ഓപ്ഷൻ തന്നിട്ട് ഇൻകം തിയറി, ആഗ്രിഗേറ്റ് എക്കണോമിക്സ്, പ്രൈസ് തിയറി. ഡി എന്നുള്ളത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ്, നമുക്കറിയാം ഇൻകം തിയറി, മൈക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൈസ് തിയറി. അപ്പൊ അതിലത്തെ എ ആയി. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബുക്ക് ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ്റ്റ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ഈസ് റിട്ടൺ ബൈ എ മാർഷൽ, ബി ആഡം സ്മിത്ത്, സി റോബിൻസ്, ഡി എന്നുള്ളത് സാമുവൽസൺ തന്നിട്ടുണ്ട്. നമുക്കറിയാം അതിന്റെ ആൻസർ ആഡം സ്മിത്ത് ആണ്. നമുക്ക് ഈ ആൻ എൻക്വയറി ഇൻ ടു ദി നാച്ചർ ആൻഡ് കോസ്റ്റ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ബുക്ക് എഴുതിയിരിക്കുന്നത്. ഇനി അതിന് ഡേറ്റ് ചോദിക്കുക വെച്ചാൽ 1876 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡേറ്റ് നമ്മളിവിടെ ഓർത്ത് വെക്കുക. ഇനി 24ാമത്തെ, കൾട്ടിവേറ്റിംഗ് പാഡി in an acre of land can fetch 10,000 kg of paddy, but if the ginger is cultivated on the same 1 acre, we get ginger 12,000 kg. Find out opportunity cost of A ginger, B paddy. അപ്പൊ ഇങ്ങനെ അവസരാത്മക ചെലവ്, അതായത് നമുക്കറിയാം ഇത്ര ഏക്കറിൽ നമ്മളവിടെ നെല്ല് നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, നമുക്ക് ഇത്ര ഒരു ഏക്കറിൽ നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിച്ചെടുക്കുക വെച്ചാൽ നമുക്ക് 10,000 kg നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള നെല്ല് കിട്ടും. അതേ ഏക്കറിൽ നമ്മൾ അതേ സ്ഥലത്ത് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുക വെച്ചാൽ അതിൽ നിന്ന് 12,000 kg നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇതിന്റെ അവസരാത്മക ചെലവ് പറഞ്ഞാൽ നമുക്കുള്ളതിന്റെ നേരെ റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഇതിന്റെ എഴുതേണ്ടത്. അപ്പൊ ജിഞ്ചറിന്റെ നമുക്ക് അറിയാം 12,000 നമുക്ക് അതേ ഇതിന്ന് നമുക്ക് അതേ ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ ജിഞ്ചറിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ അവിടെ എഴുതുന്ന സമയത്ത് നേരെ പാഡിയുടെ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പാഡി എത്ര ഉൽപ്പാദിപ്പിച്ച് എടുത്തു വെച്ചാൽ അതിന്റെയാണ് നമ്മൾ എഴുതണം. അപ്പൊ ഇതിന്റെ ഒന്നിന്റെ നമുക്ക് അവിടെ 10,000 ഏത് നമ്മൾ ജിഞ്ചറിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നേരെ പാഡിന്റെ എഴുതുക. ഇനി പാഡിയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നേരെ ജിഞ്ചറിന്റെ എഴുതുക 12,000. ഇനി നെക്സ്റ്റ് നമുക്ക് 24 കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ 2 മാച്ച് ദി ഫോളോയിങ് കൂടി കേട്ട് നമുക്ക് നിർത്താം. ഇനി 25ാമത്തെ മാച്ച് ദി
ഫോളോയിങ്, അതായത് മാച്ച് ദി കോളം എ വിത്ത് കോളം ബി ആൻഡ് സി. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്കാണ് പോർക്കുന്നത്. അപ്പോൾ ഇവിടെ കെയ്ൻസ് എന്നുള്ളത് നമ്മൾ നേരെ മാച്ച് ആയിട്ട് അതിന് 1936 എഴുതുക. ജനറൽ തിയറി. എഡം സ്മിത്തിന് നേർക്ക് 1776 ഡേറ്റും നമ്മൾ മാർക്ക് ചെയ്തത് 1776. സി എന്നുള്ളത് വെൽത്ത് ഓഫ് നേഷൻസ്. നെക്സ്റ്റ് സാമുവൽസൺ എന്നുള്ളത് IC അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് 1944. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇതാണ് നമുക്ക് 25ാമത്തെ പറയുന്നത്. ഇനി ലാസ്റ്റ് 26ാമത്തെ കൂടി കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ മൈക്രോ മാക്രോ നമുക്ക് തരംതിരിച്ച് എഴുതാനുള്ളതിൻ്റെ രീതി ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആൻസർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതെല്ലാം നമുക്ക് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ തരുന്നത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ആൻസർ വരുന്ന രീതിയൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ നന്നായി പഠിച്ചു പോകുക. അപ്പോൾ മൈക്രോൻ്റെ കീഴിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് പ്രൈസ് ഓഫ് ഗോൾഡ് ആദ്യത്തെ, ഏവറേജ് റവന്യൂ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, മാർജിനൽ പ്രൊഡക്റ്റ്, പ്രൈസ് തിയറി, പാർഷ്യൽ ഇക്വിലിബ്രിയം, എലോക്കേഷൻ ഓഫ് റിസോഴ്സ്. ഇത്രയാണ് ഇപ്പോൾ മൈക്രോന്റെ കീഴിൽ നമുക്കൊരു മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് വന്നതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആൻസറിൽ തന്നെയാണ് നമുക്ക് പോയിരിക്കുന്നത്. ഇനി അടുത്ത മാക്രോയിൽ ഇമ്പോർട്ട്സ് ഓഫ് എ കൺട്രി, എക്സ്ചേഞ്ച് റേറ്റ്, നാഷണൽ സേവിങ്സ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, ഇന്റർനാഷണൽ ട്രേഡ്, എക്കണോമിക് ഗ്രോത്ത്, ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇത്രയാണ് നമുക്ക് മാക്രോയിലും ഇനി നമുക്ക് എന്താ പറയുക ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അവിടെ പറയുന്നത്. അപ്പോൾ ഇതേമാതിരി ഒരു വിധമൊക്കെ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കവറപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു ഏകദേശം നമ്മൾ പറയുന്ന ഒരു ഊഹങ്ങളും രീതിയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.